ഹലോ, എല്ലാവർക്കും പുതിയ ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 5 ആയ ദ 100 ഡ്രസ് 1 and 2-നകത്തെ 1 ചാപ്റ്റർ നമ്മൾ ചെയ്യുകയാണ്. അതിനകത്ത് ദ 100 ഡ്രസ് 1 റിട്ടൺ ബൈ എൽസോർ എസ്റ്ററിൻ്റെ 100 ഡ്രസ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ കഥ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. ദി സ്റ്റോറി ഈസ് അബൌട്ട് എ സ്കൂൾ ഗേൾ നെയ്മഡ് വാണ്ട പെട്രോൺസ്കി, എ പോളിഷ് ഇമിഗ്രൻ്റ്. വാണ വാസ് ടീസ്ഡ് ബൈ ഹർ ക്ലാസ്മേറ്റ് പെഗ്ഗി ആൻഡ് മാഡി. വാണ്ട പെട്രോസ്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ചെറിയ കുഞ്ഞിൻ്റെ കഥയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അവൾ എന്താണ്, പോളിഷ് ഇമിഗ്രൻ്റ് ആണ്. എന്ന് വെച്ചാൽ പോളണ്ടിലേക്ക് അതിഥിയായി താമസിക്കാനായിട്ട് വന്ന, മറ്റൊരു രാജ്യത്തു നിന്ന് അഗതിയായിട്ട് വന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവളുടെ പേര്, നമ്മൾ ഓരോ നാട്ടിലും പേരിന് വ്യത്യാസമുള്ളത് പോലെ തന്നെ ഈ നാട്ടിൽ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അവൾ വാണ്ട എന്നൊക്കെയുള്ള പേര് വളരെ ഫണ്ണിയാണ്. അപ്പം അവളുടെ ക്ലാസ്മേറ്റായ പെഗ്ഗി, മാഡി എന്ന് പറയുന്ന 2 കുട്ടികൾ എപ്പോഴും അവളെ ടീസ് ചെയ്തിരുന്നു, ഉപദ്രവിച്ചിരുന്നു വാക്കുകളിലൂടെ. ബട്ട് ഹർ ടാലൻറ്റ് ഓഫ് ഡിസൈനിങ് ഡ്രസ് ഇംപ്രസസ് എവറി വൺ ഇൻ ദ എൻഡ്. എന്താണ്, ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുള്ള അവളുടെ ടാലൻറ്റുകളാണ് ഇതിനകത്ത് അവസാനം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ബോത്ത് പെഗ്ഗി ആൻഡ് മാഡി റിയലൈസ് ദാറ്റ് ഹേ misjudged Wanda and felt incredible guilty for never believes her about the 100 dress he owned. അപ്പോൾ എന്താണ്, അവൾക്ക് എപ്പോഴോ അവൾ ക്ലാസ്സിൽ പറഞ്ഞു അത്രേ, അവൾക്ക് എന്തുണ്ട്, ഒരു 100 ഡ്രസ്സുകൾ അവൾക്കുണ്ട് എന്ന് പറഞ്ഞത് പെഗ്ഗി, മാഡി എന്ന് പറയുന്ന 2 കുട്ടികൾക്കും വിശ്വാസമല്ലായിരുന്നു. അവരെന്താ, എപ്പോഴും അവളുടെ പുറകെ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് റോം ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളാണ്, എങ്ങനെ ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം. The story is also about the realization that people from mainstream society are forced to make about other different people with similar പൊട്ടൻഷ്യൽ ആൻഡ് ഇമോഷൻ. ഇപ്പം എന്നെപ്പോലെ തന്നെ അവർ ചിന്തിക്കണം അല്ലെങ്കിൽ ചിന്തിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു സൊസൈറ്റിയിൽ താഴ്ന്ന ഒരാളോട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ആ കുട്ടികൾ ആരോട് ചെയ്തിരുന്നത്, വാണ്ട എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടിയോട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ദ ഫസ്റ്റ് പോളിഷ് ഇമിഗ്രേറ്റ്സ് അറൈവ് ഇൻ അമേരിക്ക ഇൻ 1608. But the largest wave of Polish immigration occurs in the early 20th century. അപ്പോൾ ഇങ്ങനെ ഒരു ഇമിഗ്രേഷനിലൂടെ എവിടെ, അമേരിക്കയിലേക്ക് എത്തിപ്പെട്ട വാണ്ട എന്ന കുട്ടിയുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറീസ് ആർ വാണ്ട പെട്രോൺസ്കി ആരാണ്? എ പുവർ പോളിഷ് ഗേൾ ഹു ആൾവേസ് വിയർ സം ബ്ലൂ ഡ്രസ്ഡ് സ്കൂൾ ആൻഡ് ബൂസ്റ്റ് ഓഫ് ഹാവിങ് 100 ഡ്രസ്. അപ്പോൾ എന്താണ്, എപ്പോഴും ഒരൊറ്റ ഡ്രസ്സ് മാത്രം ഇട്ട് ക്ലാസ്. അവളെക്കുറിച്ച് ചെറിയൊരു വാക്കി പറയുവാണെങ്കിൽ ഒരു പോളിഷ് ഗേളാണ്, പുവറാണ്, പിന്നെന്താണ്, ഒരൊറ്റ ബ്ലൂ ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് എന്നും ക്ലാസ്സിൽ വരുന്ന എനിക്ക് 100 ഡ്രസ്സ് ഉണ്ടെന്ന് സ്വന്തമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടി. ഇനി നെക്സ്റ്റ് വൺ ഈസ് പെഗ്ഗി, വാണ്ടാസ് ക്ലാസ്മേറ്റ് ഹു ആൾവേസ് മെയ്ഡ് ഫൺ ഓഫ് ഹർ. ഷി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഗേൾ ഇൻ ദ സ്കൂൾ. അപ്പോൾ ഇനി പെഗ്ഗിയെ പറ്റി പറയാമെന്നാണെങ്കിൽ വാണ്ടയുടെ ക്ലാസ്മേറ്റാണ്. അവൾ എന്താണ്, എപ്പോഴും വാണ്ടയെ ഫണ്ണാക്കി വെച്ചുകൊണ്ടിരിക്കും. അവളെ തമാശ എന്ന് വെച്ചാൽ കളിയാക്കും എന്നാണ് അർത്ഥം. ഷി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഗേൾ ഇൻ ദാറ്റ് സ്കൂൾ. ആ സ്കൂളിലെ ഏറ്റവും ഭംഗിയുള്ള കാശുകാരിയായ കുട്ടിയാണ് പെഗ്ഗി. ഇനി പറയുന്നത് മാഡി, പെഗ്ഗീസ് ബെസ്റ്റ് ഫ്രണ്ട് ഹു വാസ് ആൾവേസ് വിത്ത് പെഗ്ഗി. അപ്പം മാഡി എന്ന് പറയുന്നത് പെഗ്ഗിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. സംടൈംസ് ഷീസ് വെരി റിച്ച് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവളുടെ കൂട്ടുകാരിയായത്. എപ്പോഴും പെഗ്ഗിയുടെ കൂടെ തന്നെയാണ്. ഷീസ് പുവർ ആൻഡ് വിയർ പെഗ്ഗീസ് ഓൾഡ് ഡ്രസ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാഡി പെഗ്ഗിയുടെ കൂടെ നടക്കുന്നത്? അവൾ പുവറാണ്, പക്ഷേ എന്താണ്, അവൾ പെഗ്ഗി ഇട്ട് പഴയതായതെല്ലാം ആർക്ക് കൊടുക്കും?
മാഡിക്ക് കൊടുക്കും. അപ്പം അവളും ഭയങ്കര റിച്ച് സ്റ്റൈലിലാണ് അവളുടെ കൂടെ നടക്കുന്നത്. ഇനി അടുത്തത് മിസ് മാസൺ, വാണ്ടാസ് ക്ലാസ് ടീച്ചർ ഹു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ആൻഡ് സപ്പോർട്ട് ദം. മാസയുടെ ക്ലാസ് ടീച്ചർ മിസ് മാസൺ എന്ന് പറഞ്ഞാൽ വാണ്ടയുടെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ അവരെപ്പോഴും നല്ല ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്താണ്, അവരെപ്പോഴും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും സ്റ്റുഡൻസിനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു നല്ല ടീച്ചറാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു സമ്മറി അപ്പം ചാപ്റ്ററിൻ്റെ ഓവർവ്യൂവും ക്യാരക്ടറും ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ സമ്മറി പറഞ്ഞു തരാം. വാണ്ട പെട്രോസ്കി വാസ് എ പോളിഷ് ഗേൾ ഇൻ അമേരിക്കൻ സ്കൂൾ. അമേരിക്കൻ സ്കൂളിലുള്ള ഒരു പോളിഷ് ഗേളാണ് ആര്, വാണ്ട. ഷീ സാറ്റ് ഓൺ ദ seat next to the last seat in the corner of the room. 13 were all naughty boys sat. എല്ലാ കുരുത്തം കെട്ട ആൺകുട്ടികൾ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവുമല്ലോ, മൂലയിൽ ചെന്നിരുന്ന് ഓരോ വേലകൾ കാണിക്കുന്ന കുരുത്തം കെട്ട കുട്ടികൾ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത്, ആരും ഇരിക്കാത്ത ഒരു സ്ഥലത്ത്, എല്ലാവരും ഒഴിച്ചിട്ടേക്കുന്ന ഒരു സ്ഥലത്താണ് അവൾ എവിടെ പോയിരിക്കുന്നത്, ആ റൂം നമ്പർ 13 ആ കോർണറിലുള്ള സൈഡിൽ ആർക്കും ശല്യമില്ലാതെ പോയി അവൾ അവിടെ ഇരിക്കും. ദർ വാസ് എ ലോട്ട് ഓഫ് നോയിസ്, ലാഫർ ആൻഡ് ഡേർട്ട് ഇൻ ദ കോർണർ. അവിടെ എന്താണ്, എപ്പോഴും ഭയങ്കര ബഹളവും ഒച്ചയും വൃത്തികേടുമാണ്. നോബഡി നോസ് വൈ വാണ്ട സാറ്റ് ദർ. ആർക്കും അറിയത്തില്ല എന്തിനാണ് വാണ്ട അവിടെ ഇരിക്കുന്നത്. ഇറ്റ് വാസ് ബിക്കോസ് ഷീ ബിലോങ് ടു ബോഗിൻ ഹൈറ്റ്സ് ആൻഡ് ഹെർ ഫീറ്റ്സ് വെയർ യൂഷ്വലി ഡേർട്ടി വിത്ത് ഡ്രൈ മഡ്. അപ്പം ഇറ്റ് വാസ് ബിക്കോസ് എന്താണ് അതിൻ്റെ കാരണം, അവൾക്ക് എന്താണ് ഒരു വൃത്തിയില്ലായ്മ എപ്പോഴും ഫീൽ ചെയ്യും. പിന്നെ എന്താണ്, യൂഷ്വലി ഡേർട്ടി വിത്ത് ഹർ ഡ്രൈ മഡ് വിത്ത് ഹർ ലെഗ്. എപ്പോഴും പന്ന മണ്ണ് പറ്റി അവളുടെ കാലെപ്പോഴും എന്തായിരിക്കും, ഡേർട്ടി ആയിരിക്കും. സംടൈംസ് ആ കുട്ടി ചെരുപ്പിടുന്നുണ്ടാവില്ല. അൺലൈക്ക് ദ നോട്ടി ബോയ്സ്, വാണ്ട വാസ് ക്വയറ്റ്. നോട്ടി ബോയുടെ കാര്യം ഒഴിച്ചാൽ വാണ്ട എന്താണ്, ഷീസ് ക്വയറ്റ് ആൻഡ് സിമ്പിൾ സിറ്റിംഗ് ഗേൾ ഇൻ ദ ക്ലാസ് റൂം. വാണ്ട വാസ് ക്വയറ്റ്, സോ നോബഡി തോട്ട് മച്ച് അബൌട്ട് ഹെർ. അതുകൊണ്ട് ഒരു മിണ്ടാതൊരു മൂലയ്ക്കിരിക്കുന്നുണ്ട്, ആരും അവളെ അധികം ശ്രദ്ധിക്കാറില്ല, അവൾ ആരുടെ അടുത്തും സംസാരിക്കാറുമില്ല. ഇനി നമ്മൾക്ക് പറയാൻ പോകുന്നത് ആദ്യത്തെ ടുഡേ മൺഡേ വാണ്ട പെട്രോസ്കി വാസ് നോട്ട് ഇൻ ഹെർ സീറ്റ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാണ്ടാസ് ആബ്സെൻസ് ആണ്. വാണ്ട വാസ് ആബ്സെൻസ് ഓൺ മൺഡേ ആസ് വെൽ ആസ് ട്യൂസ്ഡേ. ട്യൂസ്ഡേയിലും മൺഡേയിലും ആര് ആബ്സെൻ്റ് ആയിരുന്നു, വാണ്ട ആബ്സെൻ്റ് ആയിരുന്നു. നോബഡി ഇൻ ഹെർ ക്ലാസ് നോട്ടീസ്ഡ് ഹെർ ആബ്സെൻസ്. ആരും അവളുടെ ആബ്സെൻസ് നോട്ടീസ് ചെയ്തിരുന്നില്ല. ബിക്കോസ് അവൾ ആ മൂലയ്ക്ക് വന്നിരിക്കുന്നത് ആരും ശ്രദ്ധിച്ചിട്ടുമില്ല, വരുന്നതും പോകുന്നതും ഒന്നും ആരും നോക്കാറുമില്ല. പക്ഷേ ആര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇറ്റ് വാസ് ഓൺ വെനസ്ഡേ ദാറ്റ് ഹെർ 2 ക്ലാസ്മേറ്റ് പെഗ്ഗി ആൻഡ് മാഡി നോട്ടീസ്ഡ് ഇറ്റ്. വെനസ്ഡേ ആയപ്പോഴേക്കും പെഗ്ഗിയും മാഡിയും എന്ത് ചെയ്തു, അവളെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. വെൻ പെഗ്ഗി ആൻഡ് മാഡി വെയിറ്റഡ് ഫോർ വാണ്ട ടു ടീസ് ഹെർ ഓൺ ദ വേ ടു സ്കൂൾ. അപ്പോൾ എന്താണ് പറയുന്നത്, അവരെന്തുകൊണ്ടാണ് നോട്ടീസ് ചെയ്തത് വാണ്ട വരുന്നില്ല എന്നുള്ളത്. അവർ ആവശ്യമില്ലാതെ വാണ്ടയെ ടീസ് ചെയ്യുകയും ഫണ്ണാക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവർ നോക്കി, അവർക്ക് ഉപദ്രവിക്കാൻ ഒരാളിനെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഇവളെന്താ വരാത്തതെന്ന് അവർ നോട്ടീസ് ചെയ്തു. ദേ റിയലൈസ് ദാറ്റ് വാണ്ട വാസ് ആബ്സെൻറ്റ് ഫ്രം ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. അപ്പോൾ അവർ മനസ്സിലാക്കി കുറച്ച് ദിവസമായിട്ട് വാണ്ട ആ ക്ലാസ്സിലേക്ക് വരുന്നില്ല. ഇനി നമുക്ക് പറയാൻ പോകുന്നത് വാണ്ട ആൻഡ് അതർ സ്റ്റുഡൻസിനെ. വാണ്ട ഹാഡ് നോ ഫ്രണ്ട്സ്. മറ്റു കുട്ടികളെ അപേക്ഷിച്ചാൽ വാണ്ട ഹാഡ് നോ ഫ്രണ്ട്, അവൾക്ക് ഫ്രണ്ട്സ് ഇല്ല. ഷീ യൂസ്ഡ് ടു കം ടു സ്കൂൾ എലോൺ ഇൻ ഹെർ ഫാഡഡ് ഡ്രസ്. അപ്പം എന്താണ്, അവളൊരു മങ്ങിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് എന്നും സ്കൂളിലേക്ക് വരുന്നത്. സോ ഷീ സീംഡ് ഡിഫറെൻറ്റ് ഫ്രം അതർ ആൻഡ് വാസ് ടീസ്ഡ്. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായിട്ട് അവളെ ഫീൽ ചെയ്യുന്നതും. അതേ കാരണത്താലാണ് അവളെ ഈ കുട്ടികൾ ടീസ് ചെയ്യുന്നത്. ദ സ്റ്റുഡൻസ് മെയ്ഡ് ഫൺ ഓഫ് ഹെർ നെയിം. എങ്ങനെയാണ്, വാണ്ട പെട്രോൺസ്കി എന്ന പേര് റെഗുലർ അല്ല, അവരുടെ നാട്ടിൽ റെഗുലർ അല്ലാത്തത് കൊണ്ടാണ് ആ പേര് വിളിച്ച് അവളെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഹെർ നെയിം വാസ് ഡിഫിക്കൽട്ട് ടു സേ ആൻഡ് വാസ് ഫണ്ണി. ബിക്കോസ് അവളുടെ വാണ്ട പെട്രോൺസ്കി എന്ന് പറയുന്ന വാക്ക് മറ്റുള്ള കുട്ടികൾക്ക്, അമേരിക്കൻ സ്റ്റുഡൻസുകൾക്ക് ദേ ആർ ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ് ദാറ്റ് നെയിം. സോ ദേ ആർ ഫൺ ഓഫ് ഹെർ നെയിം.
Then the name of other children was easy to speak like Thomas, Smith and Alan. The American കുട്ടികളുടെ പേരുകളൊക്കെ എന്തായിരുന്നു മറ്റുള്ളവർക്ക് യൂസ്ഡ് ആയിട്ടുള്ള നെയിമുകളായതുകൊണ്ട് അവർക്ക് എന്താണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇനി അടുത്തത് പെഗ്ഗി മാഡി. ഹൂ ഈസ് പെഗ്ഗി ആൻഡ് മാഡി? പെഗ്ഗി ആൻഡ് മാഡി വെയർ ഗുഡ് ഫ്രണ്ട്സ് ഫോർ ഈച്ച് അതർ. പെഗ്ഗി മാഡിയും എന്തായിരുന്നു? ഫ്രണ്ട്സ് ആണ്. പെഗ്ഗി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഗേൾ ഇൻ ദ സ്കൂൾ. ഷീ വാസ് പ്രെറ്റി ആൻഡ് ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇതിലെ നായിക പെറ്റി വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഇൻ്റലിജൻ്റ് ആണ്, റിച്ച് ആണ്. ഷീ വാസ് പ്രെറ്റി ആൻഡ് ഇൻ്റലിജൻറ്റ്. പെഗ്ഗി വാസ് നോട്ട് ക്രൂവൽ ആസ് ഷീ സേവ്ഡ് യങ്ങർ ഗേൾ ഫ്രം ബുള്ളീസ് ആൻഡ് യൂസ്ഡ് ടു ക്രൈ. അപ്പോൾ പെഗ്ഗി അത്ര ക്രൂവലായിട്ടുള്ള കുട്ടിയൊന്നുമല്ല. എന്താണ്, ചിലപ്പം അവൾ കരയാറുണ്ട്, മിസ്ട്രസ്ഡ് ചെയ്ത് അനിമലിനെയൊക്കെ എന്തെങ്കിലും പറ്റിയാൽ അവൾ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. മാഡി ഓൺ ദ അതർ ഹാൻഡ് വാസ് പുവർ ഗേൾ ഹൂ വോർ ക്ലോത്ത്സ് ഗിവൺ ബൈ പെഗ്ഗീസ് മദർ. അപ്പോൾ പെഗ്ഗിയുടെ അമ്മ കൊടുക്കുന്ന പഴയ ഉടുപ്പുകളാണ് മാഡി യൂസ് ചെയ്യുക. സംടൈംസ് മാഡിയുടെ അമ്മ പെഗ്ഗിയുടെ വീട്ടിലെ സെർവൻറ്റ് ആയിരിക്കാം. ഇനി പെഗ്ഗി മേക്സ് ഫൺ ഓഫ് വാണ്ട. എങ്ങനെയാണ് പെഗ്ഗി വാണ്ടയെ ഫൺ ചെയ്യുന്നത്? Whenever Peggy and Maddie find Wanda alone in the schoolyard, they asked her about the number of dresses and shoes she had. പെഗ്ഗി എന്ത് ചെയ്തു? കോറിഡോറിൻ്റെ അവിടെ നിന്നപ്പോഴോ എപ്പോഴോ സ്റ്റൈലായിട്ട് നിന്നപ്പം അവളുടെ ഷൂവിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ കാര്യം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. ദേ വെയർ സർപ്രൈസ്ഡ് വെൻ വാണ്ട ടോൾഡ് ദം ദാറ്റ് ഷീ ഹാഡ് 100 ബ്യൂട്ടിഫുൾ ഡ്രസ് ആൻഡ് 60 പെയർ ഓഫ് ഷൂസ്. അപ്പോൾ വാണ്ടയോട് ചോദിച്ചു, നിനക്ക് എത്ര ഡ്രസ്സുകളുണ്ട്? എനിക്ക് ഇത്രയും ഡ്രസ്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം വാണ്ട പറഞ്ഞു, ഐ ഹാഡ് 100 ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ആൻഡ് 60 പെയർ ഓഫ് ബ്യൂട്ടിഫുൾ ഷൂസ്. പെഗ്ഗി ഹാഡ് തോട്ട് ഓഫ് ദിസ് ഗെയിം ടു ടീസ് വാണ്ട. അപ്പോൾ അവളൊരു ഇവളെ കളിയാക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. പക്ഷേ എന്താണ് ആൻസർ കിട്ടിയത്? എനിക്ക് 100 ഡ്രസ്സും 60 ഷൂസും ഉണ്ടെന്ന് പറഞ്ഞു. ദ റീസൺ ടു ടീസ് വാണ്ട was that she wore the same faded blue dress to school every day and lied that she had 100 dress. അപ്പോൾ അവൾ പറഞ്ഞു, എന്താ അവർ പറഞ്ഞ്, നിനക്ക് 100 ഡ്രസ്സും 60 ഷൂ ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് യു വിയർ ദാറ്റ് ഡ്രസ്? യു ഓൺലി വിയർ ദ ഫേഡഡ് ബ്ലൂ ഡ്രസ് ഓൺലി ഇൻ ദ സ്കൂൾ എവരി ഡേ. എല്ലാ ദിവസവും നീ ബ്ലൂ ഫെയ്ഡായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. നീ എന്തുകൊണ്ടാണ് മൊത്തം ഡ്രസ്സും ധരിക്കാത്തത്? ഇനി നെക്സ്റ്റ് മാഡീസ് നോട്ട് ടു പെഗ്ഗി. ഇനി എന്ത് ചെയ്യുന്നത്? മാഡീസ് ഫെൽറ്റ് എംബ്രസ്ഡ് വെൻ പെഗ്ഗി ടീസ്ഡ് വാണ്ട. അപ്പം മാഡി ഭയങ്കര എംബ്രസ്ഡായി. എന്ത് ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ടീസ് ചെയ്യുന്നത്? വാണ്ടയെ പെഗ്ഗി എന്തിനാണ് ടീസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എംബ്രാസ്ഡ് ആണ്. ഷീ വോണ്ടഡ് പെഗ്ഗി ടു സ്റ്റോപ്പ് ടീസിങ് വാണ്ട ആൻഡ് ഡിസൈഡഡ് ടു റൈറ്റ് പെഗ്ഗി എ നോട്ട്. അപ്പോൾ എന്ത് ചെയ്തു? അവൾ പല പ്രാവശ്യം പറഞ്ഞു, പ്ലീസ് സ്റ്റോപ്പ് ടു teasing Wanda. So after completing her maths work, she sat down to write a note to Peggy. അപ്പം മാത്സ് വർക്കൊക്കെ എഴുതിയതിന് ശേഷം അപ്പം എന്ത് പറഞ്ഞു? വാണ്ട പെഗ്ഗിയോട് പറഞ്ഞു, നീ ടീച്ച് ചെയ്യുന്നത് നിർത്തു, നീ അവൾക്കൊരു നോട്ട് എഴുതി കൊടുക്കൂ. ചിലപ്പം സോറി നോട്ടായിരിക്കാം. അപ്പം എന്തു പറഞ്ഞു? മാത്സ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം അവൾ ഇരുന്ന് പെഗ്ഗിക്കൊരു നോട്ട് എഴുതുക. മാഡി നോ ദാറ്റ് ഷീ ഡസ് നോട്ട് ഹാവ് ദ കറേജ് ടു ഡയറക്ട്ലി ടെൽ പെഗ്ഗി ടു സ്റ്റോപ്പ് ടീസിങ് വാണ്ട. അപ്പം മാഡിക്ക് എന്തില്ല? ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കറേജ് ഇല്ല. വാണ്ടയെ ടീസ് ചെയ്യരുതെന്ന് പെഗ്ഗിയോട് പറയാനുള്ള കറേജ് ഇല്ല. ബിക്കോസ് അവളുടെ അമ്മ മാഗിയുടെ വീട്ടിലെ സെർവൻ്റാണ്. ബട്ട് ലെറ്റർ ഷീ ടോർ ദ നോട്ട് ആൻഡ് ത്രൂ ഇറ്റ് എവേ ആസ് ഷീ imagined herself being teased by Peggy and her other classmate for wearing Peggy's old dress. Maddie remembered Wanda talking about one of her dress which was pale blue with colored trimmers as well as the brilliant jungle green dress with a red scarf. അപ്പം ഇങ്ങനെയൊന്നും പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവളോട് പറഞ്ഞാൽ അവളെന്ത് മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്
എൻ്റെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സല്ലേ അതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും. ദ ഡ്രോയിങ് ആൻഡ് കളറിങ് കോണ്ടസ്റ്റ്. ഇനി വരുന്നത് ഒരു ക്ലാസ്സിലെ ഒരു കോണ്ടസ്റ്റാണ്. കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ്റെ ഇതാണ് ഇനിയും വരുന്നത്. അപ്പം ഡ്രോയിങ് ആൻഡ് കളറിങ് കോണ്ടസ്റ്റ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ക്ലാസ് നെക്സ്റ്റ് ഡേ. ഇൻ ദിസ് കോണ്ടസ്റ്റ് ഗേൾസ് വെയർ സപ്പോസ്ഡ് ടു ഡിസൈൻ ഡ്രസ്സസ് വൈൽ ബോയ്സ് ഹാഡ് ടു ഡിസൈൻ മോട്ടോർ ബോട്ട്സ്. അപ്പം ഗേൾസ് നല്ല ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം, ബോയ്സ് ആർ ഡിസൈൻ മോട്ടോർ ബോട്ട്സ്. മാഡി ഫെൽറ്റ് ദാറ്റ് പെഗി വുഡ് വിൻ ദ കോണ്ടസ്റ്റ് ആസ് ദ ഡ്രാ ബെറ്റർ ദാൻ എനിവൺ എൽസ് ഇൻ ദ ക്ലാസ്. അപ്പം മാഡി എന്താ ചിന്ത ചെയ്ത്, പെഗി വുഡ് വിൻ ദ കോണ്ടസ്റ്റ് ബിക്കോസ് എന്താണ് റീസൺ, വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ഹീ ഈസ് ബെറ്റർ ദാൻ അതർ ഇൻ ദ ക്ലാസ്. ഇനി ദ റിസൾട്ട് ഓഫ് ദ കോണ്ടസ്റ്റ്, ഇനി കോണ്ടസ്റ്റിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അനൗൺസ് പറയുകയാണ്. എന്താണ് അപ്പം പറയുന്നത്, നെക്സ്റ്റ് ഡേ ഇറ്റ് വാസ് ഡ്രിസ്ലിംഗ് and the result of the contest was going to be announced by the teacher. Drizzling means raining lightly. ചെറിയ മഴയുള്ളൊരു ദിവസമായിരുന്നു. നെക്സ്റ്റ് ഡേ കളറിങ് കോമ്പറ്റീഷൻ ഓവറായി. നെക്സ്റ്റ് ഡേ അനൗൺസ് ചെയ്യുകയാണ്. അപ്പം പെഗി ആൻഡ് മാഡി ഡിഡ് നോട്ട് വാണ്ട് ടു ബി ലേറ്റ്, സോ ദേ ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ വാണ്ട ടു ടീസ് ഹർ. അപ്പോൾ എന്താണ്, പെഗി മാഡി നേരത്തെ വന്ന് ഇരിപ്പുണ്ട്. എന്തിന്, റിസൾട്ട് അറിഞ്ഞിട്ട് വേണം വാണ്ടയെ വീണ്ടും ടീസ് ചെയ്യാൻ. ദേ വെയർ അമൈസിങ് ടു സീ അബൌട്ട് ദ 100 ഡ്രസ്സസ് ഹാങ്ങിങ് ഓവർ ദ വാൾ. എന്നിട്ട് എന്താണ്, അവളുടെ വീടിൻ്റെ വാളിൽ തൂക്കിയിട്ടേക്കുന്ന 100 ഡ്രസ്സിനെ പറ്റി ചോദിച്ച് അവളെ കളിയാക്കാനുള്ള സമയം നോക്കിയിരിക്കും. ദ ക്ലാസ് ഹാഡ് അസംബിൾഡ് ആൻഡ് ദ ക്ലാസ് ടീച്ചർ മിസ് മാസൺ അനൗൺസ് ദ നെയിം ഓഫ് ദ വിന്നർ. അപ്പം മിസ് മാസൺ വന്നു, എന്തിന്, വിന്നറിനെ അനൗൺസ് ചെയ്യാൻ. ജാക്ക് ബെഗിൾ വാസ് ദ വിന്നർ എമോങ് ദ ബോയ്സ് ആൻഡ് വാണ്ട പെട്രോഷ്കി വാസ് ദ വിന്നർ ഇൻ ഗേൾ. അപ്പം ആൺകുട്ടികളിൽ ബോയ്സിൽ ജാക്കും പെൺകുട്ടികളിൽ വാണ്ടായുമാണ് ഫസ്റ്റ് ആയത്. അപ്പോൾ ഇനി എന്താണ്, വാട്ട് ഈസ് ദ റിയാക്ഷൻ വാണ്ടാസ് ക്ലാസ്മേറ്റ്, വാണ്ടയുടെ റിയാക്ഷൻസ് ഓഫ് വാണ്ടാസ് ക്ലാസ്മേറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ടീച്ചർ ഇൻഫോംഡ് ദം ദാറ്റ് ഓൾ ദ ഡ്രോയിങ് ഓഫ് ഡ്രസ്സസ് ഓഫ് ദെയർ ക്ലാസ് വെയർ മെയ്ഡ് ബൈ വാണ്ട ആൻഡ് ഈച്ച് ഡ്രോയിങ് ഡിസേർവ്ഡ് ദ പ്രൈസസ്. അപ്പോൾ എന്താ പറഞ്ഞേ, ഈ വരച്ച എല്ലാ പടം, ദ ടീച്ചർ ഇൻഫോം ദം ദാറ്റ് ഓൾ ദ ഡ്രോയിങ് ഓഫ് ഡിസൈൻസ് ഇൻ ദെയർ ക്ലാസ് വെയർ മെയ്ഡ് ബൈ വാണ്ട ആൻഡ് ഈച്ച് ഡ്രോയിങ്, എല്ലാ ഡ്രോയിങ്ങിനും ആർക്ക് ഡിസേർവ് ആണ്, വാണ്ട പ്രൈസിന് ഡിസർവ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വാണ്ട വാസ് ആബ്സെൻറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് ദസ് കുഡ് നോട്ട് റിസീവ് ഹർ പ്രൈസ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ആ ദിവസം അവൾ ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് ആ പ്രൈസുകളൊന്നും അവൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ദ ടീച്ചർ ദെൻ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് ടു ലുക്ക് അറ്റ് വാണ്ടാസ് ബ്യൂട്ടിഫുൾ ഡ്രോയിങ്. ഓൾ ദ ചിൽഡ്രൻ അപ്ലോസ്ഡ് വാണ്ടാസ് ഡ്രോയിങ് ആൻഡ് വിസിൽഡ് വൈൽ ലുക്കിംഗ് അറ്റ് ദം. എല്ലാവരും വളരെ സ്വാഗതത്തോടെ അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അപ്ലോഡഡ് എന്ന് വെച്ചാൽ അപ്ലോസ് ചെയ്യുക, കൈയടിച്ചു, പിന്നെ വിസിൽ ചെയ്തു. പെഗ്ഗി ആൻഡ് മാഡി നോട്ടീസ്ഡ് എ ബ്ലൂ ആൻഡ് എ ഗ്രീൻ ഡ്രസ് ദാറ്റ് വാണ്ട യൂസ്ഡ് ടു ടാക്ക് അബൌട്ട് ഹെർ ക്ലാസ്മേറ്റ്. അപ്പം പെഗ്ഗിയും മാഡിയും എന്ത് നോട്ടീസ് ചെയ്തു, അവൾ പറഞ്ഞ ബ്ലൂ ഗ്രീൻ ഡ്രസ്സിനെ പറ്റി നോട്ടീസ് ചെയ്തു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവളുടെ കയ്യിലുള്ള 100 ഡ്രസ്സസ് എന്താണ്, 100 ഡ്രസ്സസിൻ്റെ പിക്ചേഴ്സുകളാണ്. അപ്പം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഇതിൻ്റെ 100 ഡ്രസ് 2 എന്നുള്ള ചാപ്റ്ററുമായിട്ട് വേഗം കാണാം. ഞാൻ വേഗം അപ്ലോഡ് ചെയ്തിട്ടേക്കാം. നിങ്ങളുടെ ടൈം ഫസ്റ്റിലുള്ളതെല്ലാം ഞാൻ ഏറ്റവും വേഗം ഒരു 1 മന്തിനുള്ളിൽ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടേക്കാം. ടൈം 1ൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കൂ, പഠിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു വെരി മച്ച്.